എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടിമാഷ്. 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 4ാമത്തെ പാഠമാണ് സീഡ്സ് ഓഫ് ലൈഫ്. അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. ഒന്നാമത്തെ ചോദ്യം, ഡു ഓൾ സീഡ്സ് ജെർമിനേറ്റ് വെൻ ബറീഡ് ഇൻ സോയിൽ? എന്ന് വെച്ചാൽ മണ്ണിൽ കുഴിച്ചിട്ടാൽ എല്ലാ വിത്തുകളും മുളയ്ക്കാറുണ്ടോ? ഇല്ല അല്ലേ? നോ. Air, water and suitable temperature are the necessary factors for seed germination. വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? വായു, ജലം, അനുകൂല താപനില ഇവയൊക്കെ കിട്ടിയാൽ മാത്രമേ വിത്ത് മുളയ്ക്കുകയുള്ളൂ. രണ്ടാമത്തെ ചോദ്യം, ഡിസ്പ്ലേ 2 സീഡ്സ് ഇൻ ക്ലാസ് ആൻഡ് റൈറ്റ് ഡൗൺ ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പോൾ 2 സീഡ്സിൻ്റെ പേരും അതിൻ്റെ പ്രത്യേകതകളാണ് എഴുതേണ്ടത് കേട്ടോ. നെയിം ഓഫ് ദ പ്ലാന്റ് ആപ്പിൾ, കളർ ബ്രൗൺ, സൈസ് സ്മോൾ, ഷേപ്പ് ടിയർ ഡ്രോപ്പ് ഷേപ്പ് തൊട്ടിപ്പുറം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതർ ഫീച്ചേഴ്സ് സ്മൂത്ത് സർഫേസ്. രണ്ടാമത്തേതാണ് നെയിം ഓഫ് ദ പ്ലാന്റ് മാംഗോ, കളർ ലൈറ്റ് ബ്രൗൺ കളർ, സൈസ് ലാർജ്, ഷേപ്പ് ഓവൽ ഷേപ്പ്, അതർ ക്യാരക്ടറിസ്റ്റിക്സ് ഹാർഡ് ഔട്ടർ ഷെൽ. മൂന്നാമത്തെ ചോദ്യം, ഈസ് സോയിൽ നെസസറി ഫോർ സീഡ് ജെർമിനേഷൻ? വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമാണോ? അതുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഒബ്ജക്റ്റീവ്, ഈസ് സോയിൽ നെസസറി ഫോർ സീഡ് ജെർമിനേഷൻ? മെറ്റീരിയൽ റിക്വയർഡ് ഗ്ലാസ് വെറ്റ് കോട്ടൺ ബോൾ സീഡ്സ്. എക്സ്പെരിമെൻറ്റ്, പുട്ട് എ വെറ്റ് കോട്ടൺ ബോൾ ഇൻ എ ഗ്ലാസ് ആൻഡ് പുട്ട് ദ സീഡ്സ് ഓൺ ഇറ്റ്. ഒബ്സർവ് ആഫ്റ്റർ 3 days. ഒബ്സർവേഷൻ, ആഫ്റ്റർ 3 days the seed germinated. കൺക്ലൂഷൻ, സീഡ്സ് ഡു നോട്ട് നീഡ് സോയിൽ ഫോർ ജെർമിനേഷൻ. അപ്പോൾ എന്താണ് കൺക്ലൂഷൻ? അതായത് സീഡിന് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമില്ല. അടുത്ത എക്സ്പെരിമെൻ്റ് ആണ്, ഈസ് വാട്ടർ നെസസറി ഫോർ ദ സീഡ് ടു ജെർമിനേറ്റ്? വെള്ളം ആവശ്യമാണോ വിത്ത് മുളയ്ക്കാൻ? അതിൻ്റെ എക്സ്പെരിമെൻ്റ് നമുക്ക് ചെയ്തു നോക്കാം. ഒബ്ജക്റ്റീവ്, ഈസ് വാട്ടർ നെസസറി ഫോർ സീഡ് ജെർമിനേഷൻ? മെറ്റീരിയൽസ് റിക്വയർഡ് ഗ്ലാസ് കോട്ടൺ ബോൾ ലെൻറ്റിൽ സീഡ്സ്. എക്സ്പെരിമെൻറ്റ്, place a little damp cotton in a glass and place 4 or 5 lentil seeds in it and observe. Observation, even after a week there is no change in the seeds. Conclusion, water is required for seed to germinate. അതായത് വെള്ളം ഒഴിക്കാണ്ട് വിത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും വിത്ത് വളരില്ല. എന്ത് വേണം നിർബന്ധമായിട്ടും? വെള്ളം നിർബന്ധമായിട്ടും വിത്ത് മുളയ്ക്കാൻ വേണ്ടി ആവശ്യമാണ്. അടുത്ത എക്സ്പെരിമെൻറ്റ്, ഈസ് സൺലൈറ്റ് നെസസറി ഫോർ ദ സീഡ്സ് ടു ജെർമിനേറ്റ്? എക്സ്പെരിമെൻറ്റ്. ഒബ്ജക്റ്റീവ്, ഈസ് സൺലൈറ്റ് നെസസറി ഫോർ സീഡ് ജെർമിനേഷൻ? മെറ്റീരിയൽസ് റിക്വയർഡ് സ്റ്റീൽ ഗ്ലാസ്. എന്തിനാ സ്റ്റീൽ ഗ്ലാസ്? സ്റ്റീൽ ഗ്ലാസ് എന്തിനാണ്? ടു അവോയ്ഡ് ലൈറ്റ്. ബ്ലാക്ക് കാർഡ്ബോർഡ് ഷീറ്റ്, വെറ്റ് കോട്ടൺ ബോൾ, ലെൻറ്റിൽ സീഡ്സ്. എക്സ്പെരിമെൻറ്റ്, പ്ലേസ് എ വെറ്റ് കോട്ടൺ ബോൾ ഓൺ സ്റ്റീൽ ഗ്ലാസ്. പുട്ട് 4 or 5 lentil seeds in it. Cover the glass with a black cloth or a sheet of black cardboard to prevent light from entering the glass from above. അതായത് സൂര്യപ്രകാശം കടക്കാത്ത രീതിയിൽ ആ ഗ്ലാസ് മൂടണം, അതിൻ്റെ ഉള്ളിൽ വിത്തൊക്കെ ഇടണം. ഒബ്സർവേഷൻ, ആഫ്റ്റർ 5 days the seeds germinated. കൺക്ലൂഷൻ, സീഡ്സ് ഡു നോട്ട് നീഡ് സൺലൈറ്റ് ടു ജെർമിനേറ്റ്. അപ്പോൾ വിത്തിന് സൂര്യപ്രകാശം നിർബന്ധമില്ല മുളയ്ക്കാൻ വേണ്ടിയിട്ട്. കൺക്ലൂഷൻ, സീഡ്സ് നീഡ്സ് വാട്ടർ ആൻഡ് എയർ ടു ജെർമിനേറ്റ്. അതായത് വിത്ത് മുളയ്ക്കാൻ ജലം, വായു എന്നിവ ആവശ്യമുണ്ട്. സ്യൂട്ടബിൾ ടെമ്പറേച്ചർ ഈസ് ഓൾസോ റിക്വയർഡ് ഫോർ സീഡ് ജെർമിനേഷൻ. അനുയോജ്യമായ താപനിലയും വിത്ത് മുളയ്ക്കാൻ ആവശ്യമാണ്. സീഡ്സ് ഡു നോട്ട് നീഡ് സോയിൽ ഓർ ലൈറ്റ് ടു ജെർമിനേറ്റ്. വിത്ത് മുളയ്ക്കാൻ മണ്ണ് അല്ലെങ്കിൽ പ്രകാശം എന്നിവ ആവശ്യമില്ല. ടൈം ആൻഡ് ടെമ്പറേച്ചർ റിക്വയർഡ് ഫോർ ജെർമിനേഷൻ ആർ നോട്ട് സെയിം ഫോർ ഓൾ സീഡ്സ്. അതായത് വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ സമയം, താപനില എന്നിവ എല്ലാ വിത്തുകളിലും ഒരുപോലെ ആയിരിക്കില്ല. ആറാമത്തെ ചോദ്യം, വാട്ട് ആർ ദ പാർട്സ് ഓഫ് എ സീഡ്? സീഡ് കോട്ട് വേണം അല്ലേ? കവേഴ്സ് ദ സീഡ്. സീഡ് കോട്ട് എന്ത് ചെയ്യുക? സീഡിനെ കവർ ചെയ്യും. റാഡിക്കൽ എന്ത് ചെയ്യുക? ദ പാർട്ട് വിച്ച് ഈസ് ജെർമിനേറ്റിംഗ് ആൻഡ് ഗ്രോവിങ് ഡൗൺവേർഡ്സ് ഫ്രം ദ സീഡ്. താഴേക്ക് വളരുന്ന അല്ലേ? സീഡിൻ്റെ താഴേക്ക് വളരുന്ന സാധനമാണ് റാഡിക്കൽ. പ്ലൂമ്യൂൾ, ദ പാർട്ട് വിച്ച് ഈസ് ജെർമിനേറ്റിംഗ് ആൻഡ് ഗ്രോവിങ് അപ്വേർഡ്സ് ഫ്രം ദ സീഡ്. സീഡിൽ നിന്ന് മുകളിലേക്ക് വളരുന്നതാണ് പ്ലൂമ്യൂൾ. കോട്ടിലിഡൺസ് ആർ ദ പ്രൈമറി ലീവ്സ് ദ സീഡ്സ് ഇൻ വിച്ച് ഫുഡ് ഈസ് സ്റ്റോർഡ്. അതായത് ഒരു സീഡിൽ നിന്ന് ആദ്യമായിട്ട് ഉണ്ടായി വരുന്ന ആദ്യത്തെ ഇലകളാണ് കോട്ടിലിഡൻസ്. ഇത് ആദ്യം എന്ത് ചെയ്യും? ഫുഡൊക്കെ സ്റ്റോർ ചെയ്യും. ഏഴാമത്തെ ചോദ്യം,
Examine the glasses from the previous experiment. Which plant grows best after the seeds germinates? അതായത് മുൻ പരീക്ഷണങ്ങളിലെ ഗ്ലാസുകൾ പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം വിത്ത് മുളച്ചതിന് ശേഷം നന്നായി വളരുന്നത് ഏത് ക്ലാസ്സിലെ ചെടിയാണെന്ന് കണ്ടുപിടിക്കണം. ഏത് ക്ലാസ്സിലെ ചെടിയാണ്? പ്ലാന്റ്സ് ഇൻ ദ ഫസ്റ്റ് ക്ലാസ്. അതായത് ഫസ്റ്റ് ക്ലാസ്സിലെ ചെടിയുടെ എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. മണ്ണുണ്ടാവും, വെള്ളം ഉണ്ടാവും, അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഒരു വിത്തിന് വളരാൻ ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഉൾച്ചേർത്തിട്ട് നമ്മൾ അതിനെ വളരാൻ വേണ്ടി വിടും. ബാക്കി എല്ലാത്തിനും നമ്മൾ ഏതെങ്കിലും ഒരു ഘടകം ഇല്ലാതെയല്ലേ ചെയ്യുന്നത്. ഒന്നെങ്കിൽ സൂര്യപ്രകാശമില്ല, അല്ലെങ്കിൽ ജലമില്ല, അല്ലെങ്കിൽ മണ്ണില്ല. ഫസ്റ്റ് എക്സ്പെരിമെന്റിൽ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. അപ്പം ഏത് ക്ലാസ്സിലെ വിത്തായിരിക്കും ഏറ്റവും ആദ്യം വളരുക? ഫസ്റ്റ് ക്ലാസ് അല്ലേ. അതുകൊണ്ടാണ് പ്ലാന്റ്സ് ഇൻ ദ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത്. 8ാമത്തെ ചോദ്യം, വിച്ച് ഫാക്ടേഴ്സ് ഡിഡ് ദ ബെസ്റ്റ് ഗ്രോയിങ് പ്ലാന്റ് റിസീവ്? സോയിൽ, എയർ, വാട്ടർ, സൺലൈറ്റ്, മോഡറേറ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നന്നായി വളരുന്ന ചെടികൾക്ക് ഏതെല്ലാം ഘടകങ്ങളാണ് ലഭിച്ചത്? കറക്റ്റ് അല്ലേ? സോയിൽ വേണം, എയർ വേണം, വാട്ടർ വേണം, സൺലൈറ്റ് വേണം, മോഡറേറ്റ് ടെമ്പറേച്ചറും വേണം. 9ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ഒക്യൂർ ഡ്യൂറിങ് സീഡ് ജെർമിനേഷൻ? വിത്ത് മുളയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ മാറ്റം, ദ സീഡ് ബിക്കം സോക്ഡ് എന്ന് വെച്ചാൽ വിത്ത് കുതിരുന്നു. ഈ ജലത്തിൽ മണ്ണിലൊക്കെ കുതിരില്ലേ, അതാണ് സംഭവം. രണ്ടാമത്തത്, ദ ഔട്ടർ ഷെൽ ബേസ്റ്റ്, അതായത് പുറന്തോട് പൊട്ടുന്നു. മൂന്നാമത്തത്, ദ റാഡിക്കൽ ആൻഡ് ദെൻ ദ പ്ലൂമ്യൂൾ എമേർജ്, അതായത് ബീജമൂലവും ബീജശീർഷം എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് വരുന്നു. ഇനി വേറെ 2 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. റാഡിക്കൽ ഗ്രോസ് ആൻഡ് ബിക്കം റൂട്ട് ഓഫ് ദ പ്ലാന്റ്, പ്ലൂമ്യൂൾ ബിക്കംസ് ദ സ്റ്റെം ആൻഡ് ലീഫ്. ഇത് താഴത്തെ ചിത്രം കണ്ടില്ലേ? റാഡിക്കൽ റൂട്ട് വേറായിട്ട് താഴോട്ട് പോവും, പ്ലൂമ്യൂൾ എന്ത് ചെയ്യും? സ്റ്റെം ആയിട്ട് മുകളിലോട്ട് പോവും. അത്രയേ ഉള്ളൂ. പിന്നീട് അതിൽ നിന്ന് ഇലകളൊക്കെ പുറത്തു വരും. 10ാമത്തെ ചോദ്യം, എന്താണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ? ഹൈഡ്രോപോണിക് ഈസ് എ മെത്തേഡ് ഓഫ് ഗ്രോവിംഗ് പ്ലാന്റ്സ് വിത്തൗട്ട് സോയിൽ. മണ്ണില്ലാണ്ട് പ്ലാന്റ്സ് വളരാനുള്ള ഒരു മെത്തേഡാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. ഇൻ ദിസ് മെത്തേഡ് ഓഫ് കൾട്ടിവേഷൻ പ്ലാന്റ്സ് ആർ ഗ്രോൺ ഇൻ എ ന്യൂട്രിയൻ സൊല്യൂഷൻ ഇൻസ്റ്റെഡ് ഓഫ് സോയിൽ. 11ാമത്തെ ചോദ്യം, വൈ ഡു പ്ലാന്റ്സ് ഹാവ് സീഡ്സ്? എന്തിനാണ് പ്ലാന്റ്സിന് വിത്തുകൾ? ഫോർ ന്യൂ പ്ലാന്റ്സ് ടു ഗ്രോ. 12ാമത്തെ ചോദ്യം, വൈ ഡു പ്ലാന്റ്സ് സ്റ്റോർ ഫുഡ് ഇൻ സീഡ്സ്? ടു ഫീഡ് ദ പ്ലാന്റ് അണ്ടിൽ ദ പ്ലാന്റ് ഹാവ് ലീവ്സ്. 13ാമത്തെ ചോദ്യം, വിച്ച് പ്ലാന്റ് പാർട്സ് ആർ യൂസ്ഡ് ആസ് പ്ലാന്റിംഗ് മെറ്റീരിയൽ? അതായത് നടീൽ വസ്തുക്കളായി ഉപയോഗിക്കുന്ന സസ്യഭാഗങ്ങൾ ഏതൊക്കെ? വിത്ത് കൊണ്ട് നട്ട് വളരുന്ന സസ്യങ്ങൾ എന്തൊക്കെയാ? റൈസ്, കോക്കനട്ട്. സ്റ്റെമ്മ് കൊണ്ടോ? ഹിബിസ്കസ്, റോസ്. ലീഫ് കൊണ്ടാണെങ്കിലോ? ബെഗോണിയ. റൈസോം ആണെങ്കിലോ? ജിഞ്ചർ, ടർമറിക്. 14ാമത്തെ ചോദ്യം, ലിസൺ ടു ദ കൺവെർസേഷൻ ബിറ്റ്വീൻ ദ മലബാർ പ്ലം എന്ന് പറഞ്ഞാൽ ഞാവൽ പഴത്തിന്റെ മരമാണ്, ആൻഡ് ദ ബേർഡ് ഗിവൺ ഓൺ പേജ് 64 ഓഫ് ദ ടെക്സ്റ്റ് ബുക്ക്. ആ കോൺവെർസേഷൻ ശരിക്കും വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. വാട്ട് ആർ 2 ഇമ്പോർട്ടൻറ്റ് തിങ്സ് ദാറ്റ് ഹാപ്പൻ വെൻ എ ബേർഡ് ഈറ്റൻ ദ ഫ്രൂട്ട്? ദ ബേർഡ്സ് appetite decrease. The seeds are carried to many places through bird excrement. 15ാമത്തെ ചോദ്യം, വാട്ട് ഈസ് സീഡ് ഡിസ്പേഴ്സൽ? എന്ന് വെച്ചാൽ എന്താണ് വിത്ത് വിതരണം? സീഡ് ഡിസ്പേഴ്സൽ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് സീഡ്സ് ഫ്രം ദ മദർ പ്ലാന്റ് റീച്ച് ഡിഫറെന്റ് ലൊക്കേഷൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതൃസസ്യത്തിൽ നിന്നും പല സസ്യങ്ങളിലേക്ക് വിത്തുകൾ എത്തിച്ചേരുന്ന ഒരു പ്രവർത്തനത്തെയാണ് വിത്ത് വിതരണം എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് സീഡ് ഡിസ്ട്രിബ്യൂഷൻ. When the right circumstances are present, the seeds can germinate. The ability to avoid being eaten is the primary benefit of seed distribution or seed dispersal. Different species can be found in a single location. 18ാമത്തെ ചോദ്യം, find out the seed dispersal patterns of various plants by observing your surroundings. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റുപാടുകൾ നിരീക്ഷിച്ചുകൊണ്ട് വിവിധ സസ്യങ്ങളിലെ വിത്ത് വിതരണ രീതികൾ കണ്ടെത്താനാണ് പറയുന്നത്. ത്രൂ ദ വിൻഡ്, കാറ്റിലൂടെയുള്ള വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണ്? ഓർക്കിഡ്, ഡാൻഡേലിയൻസ്, മാപ്പിൾ ട്രീ. അടുത്തത് ത്രൂ ബേസ്റ്റിംഗ്, പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങൾ. ലേഡീസ് ഫിംഗർ, പീ, ബാൽസം. അടുത്തത് ത്രൂ വാട്ടർ, കോക്കനട്ട്, ലോട്ടസ്, മാൻഗ്രൂവ്. ബൈ ബേർഡ്സ്, ഗുവ, ഉഡ്മക്, പപ്പായ. 19ാമത്തെ ചോദ്യം, വെറൈറ്റി ഇൻ ലീവ്സ്.
ഇലകളിലെ വൈവിധ്യമാണ് പറയുന്നത്. ഇലകളിലെ വൈവിധ്യം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് റെറ്റിക്കുലേറ്റ് വെനേഷനും രണ്ടാമത്തത് പാരലൽ വെനേഷനും. റെറ്റിക്കുലേറ്റ് വെനേഷനാണ് ആദ്യം പറയുന്നത്. ഫ്രം ദ മിഡിൽ ഓഫ് ദ ലീഫ് എ മെയിൻ വെയിൻ എക്സ്റ്റെൻഡ്സ് ഫ്രം ദ നോഡ് ടു ടിപ്പ്. Many small branches that comes out from it are connected to each other like the links of the net. This is reticulate venation. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ശാഖകളും ഉപശാഖകളും ചേർന്ന് വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന ഇലകളെയാണ് റെറ്റിക്കുലേറ്റ് വെനേഷൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ചിത്രം കണ്ടില്ലേ? അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹിബിസ്കസ്, റോസ്, തുളസി, മാംഗോ, തേക്ക്, ബാൽസം, പപ്പായ. അടുത്തത് പാരലൽ വെനേഷൻ. വെയിൻസ് ഇൻ ദ ലീഫ് സ്റ്റാർട്ട്സ് ഫ്രം ദ നോഡ് ഓഫ് ദ ലീഫ് ആൻഡ് റീച്ച് ദ ടിപ്പ് ഇൻ പാരലൽ വിതൗട്ട് ടച്ചിങ് ഈച്ച് അതർ. ദിസ് ഈസ് പാരലൽ വെനേഷൻ. എക്സാമ്പിൾ ബാംബു, ഗ്രാസ്, റൈസ്, കോക്കനട്ട്, വീറ്റ്. പാരലൽ വെനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലകളിലെ സിരകൾ പരസ്പരം കണ്ടുമുട്ടാതെ സമാന്തരമായിട്ട് നീളത്തിൽ പോകുന്നത്. അതാണ് പാരലൽ വെനേഷൻ. അത് ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ. 20ാമത്തെ ചോദ്യമാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം. Taproot system is a root system consisting of a taproot growing downwards from the base of the stem and branching roots that grow from it. Example, mango tree, jackfruit tree, തുളസി. ടാപ്രൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ തായ്വേര് പടലെന്നാണ്. അതായത് കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ഉള്ളതാണ് ടാപ്രൂട്ട് സിസ്റ്റം. 21ാമത്താണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. Fibrous root system is one in which many fibers like roots grow from the base of the stem. Example, paddy, grass, bamboo, sugarcane. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നാരുവേര് പടലം എന്നാണ്. കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്നും വളരുന്ന നാരുകൾ പോലുള്ള ധാരാളം വേരുകളാണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. എക്സാമ്പിൾ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചിരിക്കണം. 22ാമത്തെ ചോദ്യം. ലിസ്റ്റ് ദ വെനേഷൻ ആൻഡ് റൂട്ട് സിസ്റ്റം ഇൻ യുവർ സറൗണ്ടിങ് പ്ലാന്റ്സ്. അതായത് പ്ലാന്റ്സിന്റെ വെനേഷനും വേണം, അതിന്റെ റൂട്ട് സിസ്റ്റം ഏതാണെന്നും വേണം. പി എന്ന് പറഞ്ഞാൽ പയറാണെന്ന് അറിയാലോ. അതിന്റെ വെനേഷൻ എന്ന് പറയുന്നത് റെറ്റിക്കുലേറ്റ് വെനേഷൻ ആണ്. റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ്. ഗ്രാസ് പ്ലാന്റ് പാരലൽ വെനേഷൻ ആണ്. അതിന്റെ റൂട്ട് എന്ന് പറയുന്നത് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആണ്. ജാക്ക് ഫ്രൂട്ട് ട്രീ എന്ന് പറയുന്നത് റെറ്റിക്കുലേറ്റ് വെനേഷൻ ആണ്. റൂട്ട് എന്ന് പറയുന്നത് ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ്. കോക്കനറ്റിൻ്റെത് പാരലൽ വെനേഷൻ ആണ്. റൂട്ട് എന്ന് പറയുന്നത് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആണ്. 23ാമത്തെ ചോദ്യം. നെയിം ദ ടൈപ്പ് ഓഫ് റൂട്ട് സിസ്റ്റം ഇൻ റെറ്റിക്കുലേറ്റ് ആൻഡ് പാരലൽ വെനേഷൻ. ദ റൂട്ട് സിസ്റ്റം ഓഫ് റെറ്റിക്കുലേറ്റ് വെനേഷൻ ഈസ് ടാപ്പ് റൂട്ട് സിസ്റ്റം ആൻഡ് ദ റൂട്ട് സിസ്റ്റം ഓഫ് പാരലൽ വെനേഷൻ ഈസ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. 24ാമത്തെ ചോദ്യം. പ്രോപ്പ് റൂട്ട് എന്ന് പറഞ്ഞാൽ താങ്ങുവേര്. ഗ്രോസ് ഫ്രം ദ ടോപ്പ് ടു ദ ബേസ്. എക്സാമ്പിൾ ബനിയൻ ട്രീ. അതായത് ശിഖരത്തിൽ നിന്നും താങ്ങായി വളരുന്നു. ആൽമരമൊക്കെ കണ്ടിട്ടില്ലേ? സ്റ്റിൽറ്റ് റൂട്ട്. ഗ്രോസ് ഫ്രം ബേസ് ഓഫ് ദ പ്ലാന്റ് സ്റ്റെം നോഡ് ആൻഡ് പ്രൊവൈഡ് സപ്പോർട്ട്. എക്സാമ്പിൾ ഷുഗർ കെയിൻ. ക്ലിഞ്ചിങ് റൂട്ട്. പ്ലാന്റ്സ് വിത്ത് വീക്ക് സ്റ്റെം ഹാവ് ദീസ് റൂട്ട്സ് ദാറ്റ് ഹെൽപ്പ് പ്ലാന്റ് ടു അറ്റാച്ച് ടു അതർ പ്ലാന്റ്സ്. എക്സാമ്പിൾ പെപ്പർ, കുരുമുളക്. ഈ കുരുമുളകൊക്കെ കണ്ടിട്ടില്ലേ മറ്റു മരങ്ങളുടെ മേലെ പറ്റി പിടിച്ച് കയറുന്നത്? അത്തരത്തിൽ ദുർബലമായ വലിയ ശക്തിയൊന്നുമില്ലാത്ത വേരുകളെയാണ് ക്ലിഞ്ചിങ് റൂട്ട് എന്ന് പറയുന്നത്. ന്യൂമാറ്റോപോർസ്. പ്ലാന്റ്സ് ഗ്രോയിങ് ഇൻ സ്വാമ്പി ഏരിയാസ് ഹാവ് ദീസ് റൂട്ട്സ്. ദീസ് റൂട്ട്സ് റൈസ് ഫ്രം ദ സോയിൽ ഇൻ ടു അറ്റ്മോസ്ഫിയർ. ദേ ആർ നോൺ ആസ് ബ്രീത്തിങ് റൂട്ട്സ് ആസ് ദേ ഹെൽപ്പ് ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. എക്സാമ്പിൾ മാൻഗ്രൂവ് പ്ലാന്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വസന വേരുകളാണ് കേട്ടോ. പിന്നെ ന്യൂമാറ്റോപോർസ് എന്ന് പറഞ്ഞാൽ ചതുപ്പ് പ്രദേശങ്ങളിൽ വളരുന്ന ചെടികളാണിവ. അതുപോലെ ഈ വേരുകൾ മുകളിലേക്ക് വളരുന്നു, ഇവ വായു വലിച്ചെടുക്കുന്നു. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു കാര്യം. മോണോകോട്ട് പ്ലാന്റ്സ്. പ്ലാന്റ്സ് വിത്ത് ഓൺലി വൺ കോട്ടിലിഡോൺ. എക്സാമ്പിൾ റൈസ്, കോക്കനട്ട്, വീറ്റ്. ചെടികൾക്ക് ഒരൊറ്റ കോട്ടിലിഡോണേ ഉള്ളൂ, അതാണ് മോണോകോട്ട് പ്ലാന്റ്. ഡൈകോട്ട് പ്ലാന്റ്. പ്ലാന്റ്സ് വിത്ത് 2 കോട്ടിലിഡോൺസ് ഇൻ ദ സീഡ്. എക്സാമ്പിൾ പീ, മാംഗോ, ജാക്ക് ഫ്രൂട്ട്. ഇനി ലെറ്റസ് അസസ് എന്ന ഭാഗത്തെ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ദ സൈസ് ഓഫ് ദ കോട്ടിലിഡോൺ വെൻ ദ സീഡ് സ്റ്റാർട്ട് ടു ജെർമിനേറ്റ്? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? ഫുഡ് ഈസ് സ്റ്റോർഡ് ഇൻ ദ സീഡ് കോട്ട്. ദാറ്റ് ഈസ് വൈ ദേ ആർ ഫാറ്റ്.
Food is stored in this way for the needs of the sprouting plant before it takes root. The sprouting plant absorbs this food, so the cotyledon gradually becomes smaller and eventually disappear altogether. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തിലെ ബീജപത്രം അഥവാ കോട്ടിലിഡോണിൽ ആഹാരം സംഭരിച്ചു വെച്ചിട്ടുണ്ട്. അതിനാലാണ് അവ തടിച്ചിരിക്കുന്നത്. മുളച്ചുണ്ടാകുന്ന ചെടിക്ക് വേരുകൾ ഉണ്ടാകുന്നതിന് മുൻപുള്ള ആവശ്യത്തിനാണ് ഇങ്ങനെ ആഹാരം സംഭരിച്ചു വെക്കുന്നത്. മുളച്ചുണ്ടാകുന്ന ചെടി ഈ ആഹാരം വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതിനാൽ ബീജപത്രങ്ങൾ പടിപടിയായി ചെറുതായി വരുന്നു, ഒടുവിൽ തീരെ ഇല്ലാതാകുന്നു. ഇതാണ് ഇതിന്റെ മീനിങ്. 2. ലിസ്റ്റ് ദ മെത്തേഡ്സ് ഓഫ് സീഡ്ലിംഗ് ഫോർമേഷൻ. From the seed, pea, arecanut, lady's finger, brinjal, jackfruit tree, mango, guava. From the stem, rose, hibiscus, tapioca, sugarcane, jasmine. From the root, guava, curry leaf. From the leaf, begonia. From root and seed, curry leaves, pepper plant, guava. മൂന്നാമത്തെ ചോദ്യം, ഇത് അവസാനത്തെ ചോദ്യം കൂടിയാണ്. ലെറ്റ്സ് കംപ്ലീറ്റ് ദ ടേബിൾ. അതിനകത്ത് ഒരു പട്ടിക വന്നിട്ടുണ്ട്, ടേബിൾ വന്നിട്ടുണ്ട്. ഇതിൽ മെത്തേഡ് ഓഫ് സീഡ് ഡിസ്ട്രിബ്യൂഷൻ, രണ്ടാമത്തേതിൽ അഡ്വാൻറ്റേജസ് ഓഫ് സീഡ്. ബേർഡ്സ് ആൻഡ് ആനിമൽസ്, അവരുടെ അഡ്വാൻറ്റേജസ് ഓഫ് സീഡ് എന്ന് പറയുന്നത് ദ ഫ്ലഷി പാർട്സ് ദാറ്റ് ഹെൽപ്പ് ബേർഡ്സ് ക്ലിങ് ടു അതർ ഒബ്ജക്റ്റ്. ഇനി അടുത്തത് മെത്തേഡ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ബൈ എയർ ആണ്. അപ്പോൾ അതിൻ്റെ ആ ഡിസ്ട്രിബ്യൂഷൻ്റെ അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. The seeds are light in weight and have hairy parts for flight. അടുത്തത് ബൈ വാട്ടർ. അതിൻ്റെ അഡ്വാൻറ്റേജസ് ഓഫ് സീഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എ സ്ട്രക്ചർ ദാറ്റ് ക്യാൻ ഫ്ലോട്ട് ഓൺ വാട്ടർ. അടുത്തത് പൊട്ടിത്തെറിച്ച് അഥവാ എക്സ്പ്ലോഡഡ്. വെൻ ദ ഫ്രൂട്ട് റിപ്പൺസ് ദ ഔട്ടർ ഷെൽ ബേഴ്സ്റ്റ് ഓപ്പൺ ആൻഡ് ദ സീഡ്സ് കം ഔട്ട് സ്പ്ലാഷിംഗ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ? താങ്ക്